വെൽക്കം ടു ട്രൈറൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിൻ്റെ 1 ഡേ ചാർട്ടാണ്. 1 ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഗോൾഡിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ തവണ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയൊരു സ്ട്രക്ചറിനെയാണ്. ആ സ്ട്രക്ചർ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിനൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതിന് താഴെ സപ്പോർട്ട് ഏരിയാസ് ഉണ്ട്, അതും മാർക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിന് തൊട്ട് മുകളിലൊരു ഇംബാലൻസ് കാണുന്നുണ്ട്, ആ ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ചെറിയ റെസിസ്റ്റൻസ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് ഏരിയനെ കൂടിയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇതാണ് റെസിസ്റ്റൻസ്. അത് വിക്ക് ചേർത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതൊരു പക്ഷേ വലിയ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഒന്നുമല്ല, പക്ഷേ അവിടെ വരുന്ന സമയത്ത് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി മറ്റും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്നത് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ലോയും ഹൈയും ആണ്. ഈ ഒരു ലോയിനെ മാർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടിൻ്റെയും കളർ ചേഞ്ച് ആക്കി ഇടുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഗോൾഡിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സമയം 6 മണിക്ക് കാഡിലും USD വരുന്ന ന്യൂസാണ്. USD ഡയറക്റ്റ് ഗോൾഡിനെ ബാധിക്കുന്നത് കൊണ്ട് USD ന്യൂസ് നോക്കാം. ആദ്യം വരുന്നത് കോർ റീറ്റെയിൽ സെയിൽസ് മന്ത്ലിയാണ് വരുന്നത്. അത് കഴിഞ്ഞ തവണ പ്രീവിയസ് വന്നിരിക്കുന്ന 0.4%, ഫോർകാസ്റ്റ് വരുന്നത് 0.2% അതിൻ്റെ എങ്ങനെയാണ് യൂഷ്വൽ ഇമ്പാക്റ്റ് എന്നുള്ളത് നോക്കാം. യൂഷ്വൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ആക്ച്വലി ഫോർകാസ്റ്റ് കഴിഞ്ഞ തവണത്തേക്കാളും കുറവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗോൾഡിന് ഫേവറബിൾ ആയിട്ടുള്ള ഫോർകാസ്റ്റ് അല്ല വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് റീറ്റെയിൽ സെയിൽസ് മന്ത്ലിയാണ് വരുന്നത്. അതും കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് 1% ആയിരുന്നു. ഇത്തവണ വരുന്നത് -0.2% ആണ്. നല്ലൊരു വ്യത്യാസമുണ്ട്. അതും യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. രണ്ടും നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡിന് ഫേവറബിൾ ആയിട്ടുള്ള ന്യൂസ് ആവാനല്ല സാധ്യത എന്നാണ്. സാധ്യത മാത്രമാണ് പറയുന്നത്. ചിലപ്പോൾ ന്യൂസ് വരുന്ന സമയത്ത് ഇതെല്ലാം മാറിമറിയാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അപ്പോൾ ന്യൂസ് വന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുത്ത് തുടങ്ങുക. പ്രത്യേകിച്ച് ഒരു പ്രൈസ് ആക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വലിയ രീതിയിൽ മൂവ്മെൻറ്റ് തരുന്ന ന്യൂസുകളല്ല അത് രണ്ടും. പക്ഷേ എന്നിരുന്നാലും സിംഗിൾ ക്യാൻഡിൽ മൂവ്മെൻറ്റ് തരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും 6 മണിക്ക് ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ നോക്കിയും കണ്ടും ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് അനാലിസിസ് നടത്താം. ഗോൾഡിൻ്റെ ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ കൺസോൾട്ടേഷൻ എന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് 4 ഹവറിൻ്റെ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 4 ഹവറിൻ്റെ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ നല്ലൊരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്. മാർക്കറ്റ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇന്നും റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് വരുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ താഴോട്ടേക്ക് വരാനുള്ള ഏരിയാസ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം, ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടേക്ക് വന്നിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഇംബാലൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരത്തെ നമ്മൾ കണ്ട അതേ ഇംബാലൻസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് ഇംബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നേരത്തെ മാർക്ക് ചെയ്ത സപ്പോർട്ട് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടിലും മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇത്രയാണ് 4 ഹവറിൽ കാണുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി അനാലിസിസ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെയറിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊരു ബെയറിഷ് ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു എൻട്രി കിട്ടാനുള്ള സെൽ എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ അതിൻ്റെ തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്, അതിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സപ്പോർട്ട് ഏരിയയും കൂടിയാണ്. അത്രയല്ല, ഇതിന് താഴെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അവിടേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് വീണ്ടും തിരിച്ചു കയറാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീണ്ടും നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി കാണുന്നുണ്ട്, അതിനെയും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് 1 ഹവറിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഈ ക്യാൻഡിൽ ഒരു ബെയറിഷ് ആയിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ താഴോട്ടേക്ക് വരാനുള്ള സാധ്യത വീണ്ടും കാണുന്നുണ്ട്. താഴോട്ടേക്ക് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനാണ് ഇന്നത്തെ ഒരു വ്യൂ കാണുന്നത്. അത് എവിടേക്കൊക്കെ എന്ന് നോക്കിയാൽ ഒന്ന് ഈ ഒരു
ഇംബാലൻസിലേക്ക് വരാം, 2 സപ്പോർട്ടിലേക്ക് വരാം. ഇത് രണ്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു ഇംബാലൻസ് ഇവിടെ ഉണ്ട്. അതിനും താഴെ വേറൊരു സപ്പോർട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റിൽ എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്, എക്സ്പെഷ്യലി റിജക്ഷൻ ക്യാൻഡിൽസ് കിട്ടുന്നുണ്ടോ, പാറ്റേൺ കിട്ടുന്നുണ്ടോ എന്നെല്ലാം നോക്കിയതിന് ശേഷം ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. സെൽ എൻട്രി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഇപ്പോൾ കാണുന്നതിൽ നല്ലൊരു സെൽ എൻട്രി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ പോയതിന് ശേഷം ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി വന്നേക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും അത് അത്ര വലിയൊരു എൻട്രി ആയിട്ട് നോക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ട് താഴെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ടൊരു ക്യാൻഡിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് റിയാക്ഷൻ കിട്ടും. റിയാക്ഷൻ കിട്ടിയിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ട്രാപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും ആ ഒരു എൻട്രി മുകളിലോട്ട് നിന്നുള്ള സെൽ എൻട്രി ഇവിടെ നിന്ന്, പ്രത്യേകിച്ചും ഇവിടെ നിന്നുള്ള സെൽ എൻട്രി നോക്കി കണ്ടതിന് ശേഷം മാത്രം എടുക്കുക. ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് എടുത്താൽ മതി. ഒരു പക്ഷേ നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ അല്ലെങ്കിൽ എൻഗൾഫിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാറ്റേണോ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇനി നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അനാലിസിസ് നോക്കാം. അതിന് 50 മിനിറ്റ്സിലോട്ടാണ് പോകുന്നത്. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ക്ലിയർ ആയിട്ടൊരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട്. അപ്പോൾ അതായത് ഈ ഒരു ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് ഇപ്പോൾ മാർക്കറ്റ് ലാസ്റ്റ് മിനിറ്റ്സിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ താഴോട്ട് വന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം സെൽ എൻട്രി നോക്കിയാൽ മതി. സെൽ എൻട്രി നോക്കുകയാണെങ്കിലും ചെറിയൊരു ഗ്യാപ്പാണ് കിട്ടുള്ളൂ. ഇവിടെ തൊട്ട് താഴെ ഒരു റെഡ് ലൈൻ വരച്ചിട്ടുണ്ട്. അതായിരിക്കണം ടാർഗറ്റ്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് വെച്ചിട്ടുണ്ട്. അതായിരിക്കണം. ഇവിടെ എത്തുന്ന സമയത്ത് മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്ന ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ മുകളിലോട്ട് തന്നിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ചെറിയൊരു എൻഗൾഫിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പാറ്റേൺ, ക്ലിയർ ആയിട്ടൊരു പാറ്റേൺ കിട്ടുകയാണ്, ബുള്ളിഷ് പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് 1 മിനിറ്റിലോ 3 മിനിറ്റ്സിലോ പോയതിനു ശേഷം ഇവിടെ ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. അല്ല, മാർക്കറ്റ് ഇവിടെ വന്ന് നല്ല ക്ലിയർ ആയിട്ട് താഴോട്ടേക്ക് വീണ്ടും വന്ന് ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെൽ എൻട്രി നോക്കാം. സെൽ എൻട്രി ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത്, സെക്കൻഡ് ടാർഗറ്റ് ചെയ്ത്, തേർഡ് ടാർഗറ്റ് ചെയ്ത് ഓൾറെഡി പറഞ്ഞതാണ്. ഗോൾഡിൽ ഇങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻഡിൽ റിയാക്ഷൻസ് നോക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇത്രയാണ് ഗോൾഡിലുള്ളത്. ഇനി ഇന്നത്തെ ഓയിലിൻ്റെ ചാർട്ടിൽ പോയിട്ട് അനാലിസിസ് നോക്കാം. ഓയിലിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇതെല്ലാം വീക്കിലി അനാലിസിസിൽ ഓൾറെഡി മാർക്ക് ചെയ്ത കാര്യങ്ങളാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. അവിടെ നിന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരു വീക്കിലി ഇംബാലൻസും കൂടിയുണ്ട്. ആ ഒരു വീക്കിലി ഇംബാലൻസിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഇതിൻ്റെ മുകളിലുണ്ട്. അതുപോലെ തന്നെ വലിയൊരു റെസിസ്റ്റൻസ് അതിൻ്റെ മുകളിലുണ്ട്. വീണ്ടും അതിൻ്റെ താഴെ ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ട്, അടയാളപ്പെടുത്തിയിടാം. അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് റെസിസ്റ്റൻസുകളുണ്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഡേ ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഏരിയനെയാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിന് 4 ഹവറിലെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഇംബാലൻസ് ഉണ്ട് 4 ഹവറിൻ്റെ. അതും രണ്ടും കൂടിയിട്ടാണ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിടുന്നത്, ഈ ഏരിയയിലേക്ക് മാർക്ക് ചെയ്തിടുന്നത്. അപ്പോൾ ഇവിടേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ റിവേഴ്സൽ ആവണമെങ്കിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം. എന്തായാലും നമുക്ക് ഈ മാർക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് എത്തും എന്നുള്ളത് പ്രതീക്ഷിക്കാം. അതിനുശേഷം ഇവിടെ നിന്നിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ടോ ഒരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് 4 ഹവറിൽ നല്ലൊരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട്. ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ഏരിയയിലേക്ക് വീണ്ടും റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടേക്ക് വരുന്ന സമയത്ത് 4 ഹവറിൽ ഒരു എൻട്രി കൂടി, ബൈ എൻട്രി കൂടി നോക്കാവുന്നതാണ്. അത് വരുന്ന സമയത്ത് നല്ല കൃത്യമായിട്ടുള്ള കൺഫർമേഷൻ എടുത്തതിന് ശേഷം നോക്കുക. പ്രത്യേകിച്ച് ഇതിൻ്റെ മുകളിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഒരു ഇംബാലൻസിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ അത് റിവേഴ്സൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് റിയാക്ഷൻ മാത്രമേ കിട്ടുള്ളൂ. റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം. എനിവേ ഇത്രയാണ് 4 ഹവറിൽ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിൽ പോകുന്ന സമയത്ത് ഇവിടെ വീണ്ടും ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട്. അതിന് താഴെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. ആ ഇംബാലൻസ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് മുകളിലോട്ട് വീണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഇപ്പോൾ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയയാണ്. അപ്പോൾ അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് മുകളിൽ ഇന്നലത്തെ ഹൈ ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു പക്ഷേ ഒരു
റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന 71.40 എത്തുന്ന സമയത്താണ് റിയാക്ഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്ന് ഒരു സെൽ എൻട്രി എടുക്കാവുന്നതാണ്. എനിവേ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ബൈ എൻട്രിക്ക് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ബ്രേക്ക് ചെയ്യുന്നത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങാം. പ്രത്യേകിച്ചും ഈ ഒരു പാറ്റേണിൻ്റെ ലോ എടുത്തിട്ടായിരിക്കും മുകളിലോട്ട് പോവുക. അങ്ങനെ ലോ എടുത്തിട്ട് ഇവിടെ നിന്നിട്ട് റിജക്ഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ അവിടെ നിന്നൊരു പാറ്റേണോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് എൻട്രി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് ഇപ്പോൾ എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു ട്രേഡ് റൂട്ടിൻ്റെ ഒരു സ്ട്രാറ്റജി വർക്കാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോക്കാം നമുക്ക്. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഓൾറെഡി ട്രേഡ് റൂട്ടിൻ്റെ സ്ട്രാറ്റജി വർക്കായിട്ടുണ്ട്. അതൊരു ടാർഗറ്റിൻ്റെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു സ്ട്രാറ്റജി വർക്കാവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കാം. എന്തായാലും ഇപ്പോൾ കാണുന്ന സമയത്ത് പെട്ടെന്ന് പറഞ്ഞില്ല, എന്നാലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ വീണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ മറ്റൊരു സ്ട്രാറ്റജി ഇവിടെ വർക്കാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇത്രയാണ് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എനിവേ ക്രൂഡ് ഓയിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കണം. ചെറിയ മൂവ്മെൻറ്റ് പോലും വലിയ സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് അതുപോലെ തന്നെ ചെറിയ മൂവ്മെൻറ്റ് പോലും വലിയ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ട്രേഡ് എടുക്കുന്ന സമയത്ത് നല്ല ട്രേഡുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു സംശയത്തിൻ്റെ മുകളിലുള്ള ട്രേഡുകൾ എടുക്കാതിരിക്കുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിവേഴ്സൽ വന്നാൽ വലിയ സ്റ്റോപ്പ് ലോസ് കിട്ടും. ഇന്ന് എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുകയും വേണം.